അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ആ ഒരു വീഡിയോ കണ്ടില്ല നിങ്ങൾ? ആ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി കേട്ടോ. ലാസ്റ്റ് വരെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത്രയും മനോഹരമായിട്ട് ബുദ്ധിപരമായിട്ടാണ് ആ ഒരു ബുൾഡോസർ ആ ഒരു വണ്ടിയിൽ നിന്ന് അവർ ഇറക്കിയിരിക്കുന്നത്. ഒരു ചെറിയൊരു JCBൻ്റെ സഹായത്തോടു കൂടി മാത്രം അവരാ വണ്ടിയിൽ നിന്ന് അത് ഇറക്കി. അപ്പോൾ എത്ര ബുദ്ധിപരമായി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇറക്കിയിരിക്കണം നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അത്രയും വലിയൊരു വണ്ടി ആ വണ്ടിയിൽ നിന്ന് ഇറക്കണമെങ്കിൽ എത്ര വലിയ ക്രെയിന് വേണ്ടി വരും. അതൊന്നുമില്ലാതെ അവരാ വണ്ടിയിൽ നിന്ന് ഇറക്കി. നല്ല ഐഡിയപരമായിട്ടാണ് അവർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐഡിയകൾ റൈറ്റ് പറഞ്ഞു കൊടുക്കുന്ന അയാൾ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്ത് ആ JCBയിലെ ഡ്രൈവർ, ബുൾഡോസറിലെ ഡ്രൈവറും വളരെ കൃത്യമായിട്ട് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതെ കൃത്യമായിട്ട് ആ വണ്ടി താഴെ ഇറക്കുന്ന രംഗാണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായി പോകും കേട്ടോ. അത്രയും വലിയൊരു വണ്ടി ഒന്നിൻ്റെയും സഹായമില്ലാതെ ആ ഒരു JCB മാത്രം ലാസ്റ്റ് അവിടെ നിന്നൊന്ന് താങ്ങി കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ല കുന്നിൻ്റെ മുകൾക്കും ചാരി വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വല്ല ക്രെയിനൊക്കെ എടുത്തിട്ടൊക്കെ കൊണ്ടുപോകണമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ആ വണ്ടിയിൽ നിന്ന് ആ JCB താഴെ ഇറക്കിയത് അത് ഭയങ്കര ഒരു അതിശയം തന്നെയാണ് കേട്ടോ. കാരണം അത്രയും പെർഫെക്റ്റ് ഡ്രൈവറാണത്. അത്ര കൃത്യമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ ഇന്ന് ഇറക്കിയെടുക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ആ കഴിവിനെ സമ്മതിക്കുക തന്നെ വേണം കേട്ടോ. ഞാനത് കണ്ടു നിന്നിട്ട് കുറേ നേരം കണ്ടു നോക്കി നിന്ന് പോയി. ഞാനിത് ആലോചിച്ചു, ഇവരിപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് താഴെ ഇറക്കുക എന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെ ഇവരിത് താഴെ ഇറക്കുന്നില്ലായിരുന്നു ഞാൻ നോക്കി നിന്നത്. അപ്പോൾ താഴെ ഇറക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അത് കുറച്ച് കഷ്ടപ്പെട്ടുള്ള പണി തന്നെയാണ്. അതിൽ പിന്നെ ലാസ്റ്റാണ് അവിടെ ബാക്കിൽ ആ JCBനെ കണ്ടത്. അപ്പോൾ ആ JCBൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് അവരത് പതുക്കെ കൃത്യമായിട്ട് താഴെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി താഴെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്. കാരണം ആ ലോറി പൊങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം അല്ലേ. ലോറിയുടെ ബാക്കിൽ വെയിറ്റ് കൂടുമ്പോൾ ആ വണ്ടിൻ്റെ ഫ്രണ്ട് പൊങ്ങും. അതൊന്നും ആവാതെ വളരെ കൃത്യമായിട്ട് അവരത് താഴെ ഇറക്കി വെച്ച് കണ്ടപ്പോൾ ഏതായാലും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. സാധാരണ കണ്ടിരിക്കുന്ന JCB ഇത്രയും വലിയ JCB ഒക്കെ ഇറക്കുമ്പോൾ അത് ക്രെയിന് കൊടുത്തിട്ട് ഇറക്കും, അല്ലെങ്കിൽ ആ വണ്ടിയിൽ അത് കൊണ്ടുപോകണ വണ്ടിയുണ്ട്. അങ്ങനെയുള്ള വണ്ടിയാണെങ്കിൽ പിന്നെ അതിൽ തന്നെ ഓടിച്ചിട്ട് താഴത്തേക്ക് ഇറക്കാം. ഇത് സാധാ ഒരു ലോറിയാണെന്ന് തോന്നുന്നു, ഒരു ട്രെയിലറാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കൊണ്ടുപോകണതിന് അത് താഴത്തു തന്നെ ഓടിച്ച് കയറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന് അതൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് സാധാരണ അത് ഓടിച്ച് കയറ്റുന്നതാണെന്ന് വിചാരിക്കാം. അതൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് കേട്ടോ. സമ്മതിക്കണം ഏതായാലും ആ ഡ്രൈവറെ, സമ്മതിക്കല്ലാതെ ഒരു രക്ഷയില്ല. നിങ്ങളിതിൻ്റെ മുന്നേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വണ്ടിപ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കി നിന്ന് പോകും. വണ്ടിപ്രാന്തന്മാരാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കില്ല, കണ്ടിരിക്കും ഫുള്ള്. അപ്പോൾ കാണുമ്പോൾ ഫുള്ള് വീഡിയോ കണ്ടു നോക്കി. ലാസ്റ്റാണ് അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. നിങ്ങൾ ഞെട്ടിപ്പോണൊരു കാഴ്ച ലാസ്റ്റാണല്ലേ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കരുത്.